ഞാൻ സത്യം പറഞ്ഞോണ്ടല്ലോ, ഇവരെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പോലും ചെയ്തില്ല എന്റെ ആനീസ് കിച്ചണില്. വെരി നൈസ് ടു മീറ്റ് യു. സെയിം ഹിയർ. അതെ, നമ്മൾ ഫസ്റ്റ് ടൈം കാണുന്നല്ലേ. അതാ കുഞ്ഞാപ്പൂ, കുഞ്ഞാപ്പൂ അറിയോ? ഈ ആന്റിനെ അറിയാമോ? ആന്റി അല്ല, ചേച്ചി അല്ലേ, ചേച്ചിയല്ലേ. ഞാൻ ചിലരോട് അധികം സംസാരിക്കാറില്ല. അന്നറിയോ, പറയുമ്പം ഇവൾ എന്നോട് എന്തെല്ലാം വാക്ക് പറഞ്ഞിട്ട് അവിടുന്ന് പോയെന്നറിയാവോ ലാസ്റ്റ് ടൈം. അറ്റ്ലീസ്റ്റ് ഒരു സാമാന്യ മര്യാദക്ക് എന്നെയും എന്റെ ഏട്ടനെയും പിള്ളേരെയും കല്യാണത്തിന് വിളിക്കണമെന്നൊരു മര്യാദ ഉണ്ടോ? ഇല്ലേ? വളരെയധികം മോശമായി അല്ലേ? എന്നോട് ഒന്നുമില്ലെങ്കിൽ എന്റെ ഒരു ആദ്യ ഗുരു അല്ലേ അമ്മ. എന്നെ ഓർത്തില്ലെങ്കിലും ഞാൻ ഓർത്തു. ഞാൻ വിചാരിച്ചു എന്നെ ഇപ്പൊ വിളിക്കും, എന്നെ ഇപ്പൊ വിളിക്കുമെന്ന്. നീ വിളിച്ചോടി. എന്റെ ചേട്ടൻ തലേ ദിവസമാണ് വിളിച്ച കല്യാണത്തിനില്ലേ. അയ്യോ, ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു കല്യാണം കഴിക്കാൻ പോവാന്ന്. വളരെ ഒരാഴ്ച കൊണ്ട് പ്ലാൻ ചെയ്ത കല്യാണത്തിൽ വന്ന സാരില്ല. അപ്പുറത്തെ അയൽവക്കം തന്നെ അല്ലായിരുന്നോ? അല്ല, നമ്മളവിടുന്ന് മാറി. അതൊരു അതുകൊണ്ട് മറന്നുപോയി അല്ലേ. പക്ഷെ എന്നാലും ഈ കുറ്റം അമ്മയ്ക്കും മോക്കും മാത്രം. അമ്മയ്ക്ക് മാത്രം ഇല്ല ഇല്ല ഇല്ല, അമ്മയ്ക്കും മോക്കും മാത്രം. പിന്നെ നല്ല എനിക്ക് വേണ്ടി സംസാരിക്കാൻ പറയുമ്പോ അവിടെ കറക്റ്റ്. ഒന്ന് എന്താ പറയാ, ഭാര്യ വഴക്ക് പറയുമ്പോ അറ്റ്ലീസ്റ്റ് അതൊരു ജാമ്യം എടുക്കുമെന്ന് വിചാരിച്ചു. നടക്കട്ടെ നടക്കട്ടെ നടക്കട്ടെ. പക്ഷെ നല്ല ഇപ്പൊ ഇത് എന്റെ ജോലിയാണ്. എല്ലായിടത്തും ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും വിളിച്ച് സംസാരിക്കുന്ന എല്ലാം ഞാൻ ചെയ്യണം. അവർ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കും. എന്തായാലും എന്റെ പ്രേക്ഷകരോട് ഞാനൊരു ക്ഷമ ചോദിക്കാച്ച, ഇവരെ ഞാൻ ഇതുവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. കാര്യം ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല. എല്ലാ പ്രേക്ഷകർക്കും അറിയാം ഇതാരാ ഏതാ അതൊക്കെ. പിന്നെ അഫ്കോഴ്സ് താരേച്ചിയുടെയും ജയൻ ചേട്ടന്റെയും മോളെ ആർക്ക് പരിചയപ്പെടുത്തണ്ട അല്ലെ. കറക്റ്റ്. പക്ഷെ അർജുനെ നമുക്ക് പരിചയപ്പെടുത്തണം. ഈ പറഞ്ഞ പോലെ ആനീസ് കിച്ചന്റെ ഒരു ഫാമിലി, എന്താ പറയാ, ഫാമിലിയുടെ ഒരു ഷോ ആണ്. അപ്പൊ ഞങ്ങളുടെയൊക്കെ മരുമോനായിട്ട് തന്നെ ഞങ്ങൾ പരിചയപ്പെടുത്തും. നീങ്ങുന്നില്ല ആ റെസ്പെക്റ്റും കാര്യങ്ങളും ഒക്കെ അർജുന ഡെഫിനറ്റ്ലി ഞങ്ങൾ തരും. എനിവേ, ഹാർട്ടി വെൽക്കം. ഇനി ആവർത്തിക്കോ? ഇല്ല, ജെംസ് വാങ്ങിച്ചു തരാം. ജെംസോ ഞാൻ മറന്നു കേട്ടോ, സോറി. അത് കേട്ടോ, അർജുന്റെ നെഞ്ചിനകത്തൊരു പട്ടവൻ. അപ്പൊ എന്തോന്ന് പറയാൻ പറ്റും, എന്നാലും ക്ഷമിക്കൂ. അതാ കൊച്ചായി. അതിന് 28 ഞങ്ങൾ ഈ പറയുന്നത് ഞങ്ങക്ക് പരിചയമില്ല. ഒരു വർഷത്തിനായിട്ടുള്ള പരിചയമെങ്കിലും ഇതെന്റെ മോള് കൊച്ചാണോ? സുധാപൂനെ ഞങ്ങക്ക് എല്ലാവർക്കും അറിയാം അല്ലോടോ. അല്ലേടാ അല്ലേ? ഇവിടെ അസിസ്റ്റന്റ് ആയിട്ട് വേണമെങ്കിൽ ഞാൻ എടുത്തോളാം. തന്നേച്ചു വെക്കോ. അമ്മൂമ്മ ഇങ്ങനെ സുധാപൂ വിളിച്ച് നടക്കുന്ന ഞങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. അമ്മാട്ടൂടെ കാര്യമാണ് പറയുന്നത്. അമ്മ ടു. ഇത് അമ്മ 1 ഓക്കെ. അപ്പൊ നിങ്ങളോട് ശരിക്കും പറഞ്ഞ ഒരുപാട് വിശേഷം ചോദിക്കണ്ടേ. ചൂടാണോ? ചൂടാറിയിട്ട് തരണേ. ഓക്കെ. അപ്പൊ ശരിക്കും നിങ്ങളുടെ വിശേഷം എനിക്ക് സൗഭാഗ്യം എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നാന്നറിയോ, സൗഭാഗ്യം ഒരു ഡാൻസ് എല്ലാം ചെയ്ത് നടന്ന ഒരു കുട്ടി ഇപ്പൊ ഒരു വലിയ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ചെയ്യുന്ന കാണുക ഞാൻ റീലിൽ കൂടെ. വിളിക്കാറില്ല, സംസാരിക്കാറില്ല. അതുകൊണ്ട് പിന്നെ എനിക്ക് എന്റെ വിശേഷം അങ്ങനെയൊന്നും അറിയില്ല. പക്ഷെ ഒരു ചാനൽ കൂടെ ഞാൻ മൊത്തം വിശേഷം അറിയുന്നുണ്ട്. ഐ ഫീൽ സോ ഹാപ്പി. കാരണം ഒരു പ്രൗഡ് മൂമെന്റ് അതൊക്കെ കാണുമ്പോ അല്ലേ. ശരിക്കും നടന്ന ആളല്ല. പക്ഷെ അതൊരു നല്ല കാര്യല്ലേ. അത് ആരുടെയൊക്കെയാണോ, ഇത് ആരാണ് ഇത്ര ഇനിഷ്യേറ്റീവ് എടുത്തത്, ആരുടെ നിങ്ങൾ രണ്ടുപേരുടെ ആണോ, ഇതൊക്കെ ചോദിക്കാനേ ഇവിടെ നിന്ന് പറ്റത്തില്ല. കാര്യം നിങ്ങൾക്ക് തരാനുള്ള എടി അതും കൂടെ പറഞ്ഞിട്ട് പോവാടി. നിന്നോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ നിനക്ക് പനീർ ഉണ്ടാക്കുക. അർജുൻ ആദ്യമായിട്ട് എന്റെ വീട്ടിൽ വരുന്നുണ്ട്. അർജുൻ ഞാൻ മട്ടൺ ചെയ്യുക. അപ്പൊ ആലോചിച്ച് നോക്കിയേ എന്നാ സ്നേഹം എനിക്ക് സൗഭാഗ്യയുടെ അടുത്ത് അല്ലേ. ഇല്ല, തീരെ ഇല്ല. വളരെ മോശമായി വീഴും. കാര്യം അറ്റ്ലീസ്റ്റ് എനിക്കൊരു സപ്പോർട്ട് എങ്കിലും ഉണ്ടല്ലോ. സാമാന്യ മര്യാദക്ക് ഒരു കാർഡ് തന്നാ മതിയായിരുന്നു. ഞാൻ അമ്മയ്ക്ക് പറഞ്ഞു. പക്ഷെ അമ്മ പാവമായതുകൊണ്ട് പിന്നെ എന്റെ ഗുരു ആയതുകൊണ്ട് ഒരു സ്ഥാനം ഉണ്ടല്ലോ. ഒരു കാര്യം ചെയ്യും, നമുക്ക് അവിടെ ഇരിക്കാം. ഞാൻ ഈ ഒരു കറി ഒന്ന് തീർത്തേച്ച് ഞാൻ അങ്ങോട്ട് വരാൻ, അല്ല പകുതി വഴിക്ക് തരാൻ ഒക്കുകയല്ലോ. ഓക്കെ, ബാ. വീട് പോകും ഞാൻ എടുക്കാൻ പറ്റുന്നില്ല.